എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയോടെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ admissions.kannur.ac.in/FRYUG-ADM 2025/ലോഗിൻ എന്ന് പറഞ്ഞുള്ള, അതായത് ലോഗിൻ അല്ല, index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഹോം പേജാണ്, index.php എന്നുള്ള പേജ് ഹോം പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അല്പം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോൺ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഫോൺ പിടിക്കുന്ന രീതിയിൽ തന്നെ പിടിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോൺ പിടിക്കുന്ന സമയത്ത്, അതായത് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സാധാരണ പിടിക്കുന്ന ആ ഫോൺ പിടിക്കുന്ന രീതിയിൽ അത് പോർട്രേറ്റായിട്ട് പിടിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു പേജ്, അതായത് ഈ ലോഗിൻ ചെയ്യാനുള്ള പേജ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, അത് കൊടുക്കുക. അതായത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൊടുത്തതാണ്, അതിവിടെ കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. അതുപോലെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് കൃത്യമായിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, അത് ലാൻഡ്സ്കേപ്പിൽ പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ട്. നേരത്തെയുള്ള ആ ഒരു ഹോം പേജ് കറക്റ്റായിട്ട് ആ ഒരു മുകളിലോട്ട് പോകുന്ന ആ ഒരു രീതിയിൽ വർക്കാകുന്നില്ല. അപ്പോൾ ഈ ഒരു പേജ് കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പിൽ പിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും, അതായത് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഐ ഡി എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഐ ഡി ആണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വരുന്ന പേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാവുന്നതും, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്ക് പോവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എന്താണോ കാണുന്നത് അത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടി, അപ്പോൾ എനിക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റമൊന്നും കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ 0 എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ശരിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുന്നതല്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ താഴെ 2, 3, 4 എന്നിങ്ങനെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയതോടുകൂടി അത് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതോടുകൂടി ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് കിട്ടിയത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഈ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെ 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറെ എവിടെയും കിട്ടിയിട്ടില്ല, ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെ, അത് നോ ചേഞ്ച് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിലവിൽ കിട്ടിയ സീറ്റ് ഏതാണോ അവിടെ തന്നെ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനോ അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കുക. അത് പുതിയ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സെക്കൻഡും കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് ഏതെങ്കിലും തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ട ആ ഒരു സീറ്റിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നത്. അങ്ങനെ ഒരിക്കലും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടുന്നതോടുകൂടി ആ ഒരു ഓപ്ഷന് താഴെയുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ഓപ്ഷൻ എവിടെയാണോ അവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഫസ്റ്റിൽ കിട്ടിയ സമയത്ത് ഞാൻ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാം. എന്നാൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാറില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇനി പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ലിങ്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അതേസമയം നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ആയിട്ട്, അതായത് ജനറൽ കാറ്റഗറി വിഭാഗം 990 രൂപയും SC/ST വിഭാഗം ആണെങ്കിൽ 925 രൂപയും നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എപ്പോഴാണ് കോളേജിൽ ഹാജരാവേണ്ടത്, ഏത് ദിവസമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അഡ്മിഷനായിട്ട് പോവേണ്ട ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ജൂൺ 24-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങളോട് അഡ്മിഷൻ നേടാനായിട്ട് കോളേജിൽ ഏത് കോഴ്സിനാണോ കിട്ടിയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ജൂൺ 30-ാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ചില സമയങ്ങളിൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ട് ഡേറ്റ് ഏത് ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം എപ്പോഴാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് അതിൽ പറയുന്നത് ആ ഒരു ദിവസം പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതല്ല. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.